ഇന്ത്യ ലോകരാജ്യങ്ങളിലെ സമ്പന്നതയിൽ 5ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന ഒരു വിവരം നമ്മളെല്ലാവരും സന്തോഷപൂർവ്വം കേട്ട ഒരു കാര്യമാണ്. രാജ്യ പുരോഗതിയിൽ, രാജ്യത്തിന്റെ സമ്പന്നതയിലായിക്കോട്ടെ, ഏത് മേഖലകളിലായിക്കോട്ടെ, രാജ്യം പുരോഗതിയിലേക്ക് എത്തണമെങ്കിൽ വിദ്യാഭ്യാസമുള്ള ഒരു ജനത അനിവാര്യമാണ്. എന്നാൽ ഈ കാലത്ത് വിദ്യാഭ്യാസ മേഖലകളിൽ ലഹരിയുടെ ഉപയോഗം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രണയക്കണികളിലൂടെയും അല്ലാതെയുമൊക്കെ വിദ്യാർത്ഥികളിലേക്ക് ലഹരി കടത്തിവിടുവാൻ ലഹരി മാഫിയ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ലഹരിക്ക് അടിമപ്പെട്ട ഒരു കുട്ടിക്ക് ഒരു കാലത്തും അവരുടെ വിദ്യാഭ്യാസപരമായിട്ട് ആയിക്കോട്ടെ, സാമ്പത്തികപരമായിക്കോട്ടെ, ജോലിപരമായിക്കോട്ടെ ഉയർന്നു വരുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ 2008 574 നർക്കോട്ടിക് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥിതിയിൽ ഇന്ന് 2022 ആദ്യ 4 മാസങ്ങൾ, ജനുവരി മുതൽ ഏപ്രിൽ മാസങ്ങൾ വരെ 8124 നർക്കോട്ടിക് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വളരെ ഭീമമായ വർധനവാണ് അതിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് കേരളത്തിന്റെ അടുത്തൊരു തലമുറ എവിടേക്ക് എന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമായ ഒരു വിഷയമാണ്. ഫയർ റൂമിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രണയക്കണി ഒരുക്കുന്ന ലഹരി മാഫിയ കേരളം എങ്ങോട്ട് എന്നുള്ളൊരു വിഷയമാണ്. ഇന്ന് നമ്മളോടൊപ്പം പ്രതികരണങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് താമരശ്ശേരി രൂപത KCYM ഡയറക്ടർ ഫാദർ ജോർജ് വെള്ളക്കക്കുടിയിലും KCBC മധ്യവിരുദ്ധ സമിതി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ചാർലി പോളുമാണ്. രണ്ടുപേർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം. അത് ഞാൻ അഡ്വക്കേറ്റ് ചാർലി പോളിലേക്ക് വരികയാണ്. അഡ്വക്കേറ്റ് ചാർലി പോൾ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടുകൾ അനുസരിച്ച് 2022 വർഷത്തില് ആദ്യത്തെ 4 മാസങ്ങൾ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള നർക്കോട്ടിക് കേസുകൾ 8124 കേസുകളാണ്. അത് 2008 കേസുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം ഇരട്ടിയാണ്. ഇരട്ടിയിലധികം എന്ന് പറയാൻ പറ്റില്ല, അധികമാണ്. കാരണം 2008 കേസുകൾ വെറും 574 കേസുകൾ മാത്രമായിരുന്നു. കേരളം മയക്കുമരുന്ന് മാഫിയകളുടെ ഒരു ഹബ്ബായി മാറുകയാണ്. ഇത്തരം വിഷയങ്ങളെ പറ്റിയിട്ട് എന്താണ് അങ്ങേക്ക് ആദ്യഘട്ടത്തിൽ സംസാരിക്കാനുള്ളത്? തീർച്ചയായിട്ടും നമ്മള് പഞ്ചാബായിരുന്നു ലഹരിയുടെ ഹബ്ബായി മാറിയിരുന്ന ഒരു സ്ഥലമെങ്കിൽ ഇന്നത് കേരളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചാബ് വളരെ ദുരിതപൂർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. അതിൽ നിന്ന് ഇപ്പോഴും വിമുക്തി പ്രാപിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അവിടുത്തെ യുവതലമുറ പാഴ്ജന്മങ്ങളായിട്ട് മാറുകയും തൊഴിലൊന്നും ചെയ്യാതെ ഏതാണ്ട് മാനസിക വിഭ്രാന്തി പിടിപെട്ട ഒരു അവസ്ഥയിലായി മാറിയിരുന്നു. ഏതാണ്ട് അതിന് സമാനമായ ഒരു പാഴ്ജന്മങ്ങളുടെ സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ സംജാതമാകുക എന്നുള്ളത് അടുത്തു വരുന്ന കണക്കുകൾ നമ്മളോട് പറയുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ലഹരിയുടെ ഹബ്ബായിട്ട് കേരളം മാറുകയാണ്. കഴിഞ്ഞ 15 മാസം കൊണ്ട് 110.52 കോടി രൂപയുടെ മയക്കുമരുന്നാണ് കേരളത്തിൽ പിടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ കഞ്ചാവ് പോലുള്ള വസ്തുക്കളാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് സിന്തറ്റിക് ലഹരിയിലേക്ക് കേരളം പതുക്കെ ചുവട് മാറ്റുകയാണ്. കഞ്ചാവായിരുന്നു, പിന്നെ കൊക്കൈൻ വന്നു, LSD പോലുള്ള സ്റ്റാമ്പ് ഉപയോഗിച്ച് തുടങ്ങി, ഹാഷിഷ് ഓയിലിലേക്ക് നമ്മൾ മാറി. അതിനുശേഷമാണ് MDMA എന്ന് പറയുന്ന ഗുരുതരമായ ഒരു തവണ മാത്രം ഉപയോഗിച്ചാൽ ലഹരിക്ക് അടിമപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറി. അതിനേക്കാൾ കൂടുതലായിട്ട് MDMAക്ക് ശേഷം കൊച്ചി വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം 36 കോടി രൂപ വില വരുന്ന 18 കിലോ മെഥാക്കിനോൾ എന്ന് പറയുന്ന മയക്കുമരുന്നും പിടിക്കാൻ ഇടവന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോ കേരളത്തിൽ വ്യാപകമായി ലഹരിയുടെ പിടിയിൽ അമർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഭീതി വിതയ്ക്കുന്ന വിധത്തിലേക്കുള്ള ലഹരിയുടെ പിടിയിൽ അമരുന്ന കേരളത്തെ നമുക്ക് കാണാൻ കഴിയുക. ഈ ഓണക്കാലത്ത് ഒരു ഡ്രൈവ് നടത്തിയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ 5032 കേസാണ് ഈ 2 ആഴ്ച കൊണ്ട് മാത്രം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത്. 1300 പേരെ 2 ആഴ്ച കൊണ്ട് കേരളത്തിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇനി 2021 അപേക്ഷിച്ച് നോക്കുമ്പോ 2021 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ 6.130 ഗ്രാം MDMA കേരളത്തിൽ പിടിച്ചു. 16,062 ഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചു. 5,632 കിലോഗ്രാം കഞ്ചാവ് പിടിക്കുകയുണ്ടായി. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ വർദ്ധിതമായ രീതിയിലാണ് ഈ വസ്തുക്കളെല്ലാം തന്നെ വന്ന് ചേരുന്നത്. 2016 6000 കേസാണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷം 8 മാസം പിന്നിടുമ്പോ
16,125 കേസുകൾ ഇന്ന് വരെ എക്സൈസും പോലീസുമായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോ കേരളത്തിൽ ഈ കേസുകളുടെ, ലഹരി കേസുകളുടെ വർധനവ് 122% വർദ്ധിച്ചു എന്നാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അത്രയധികം തോതിൽ നമ്മുടെ ചുറ്റുപാടുമൊക്കെ ലഹരിയുടെ വലിയ കേന്ദ്രങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉപയോഗിക്കാനുള്ള എളുപ്പവും വിതരണം ചെയ്യാനുള്ള എളുപ്പമൊക്കെയാണ് പുതിയ തലമുറയെ അങ്ങനെ കൊണ്ടുപോകുന്നതെങ്കിലും ഇതിൽ നിന്നുള്ള വരുമാനവും അവരെ ആകർഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു 5ഓളം പേരെ MBA വിദ്യാർത്ഥികളെ പിടിച്ചതിൽ അവർക്ക് ഒരു തവണത്തെ ഡീലിംഗിൽ നിന്ന് തന്നെ 1 ലക്ഷത്തോളം രൂപ ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികളായിട്ടുള്ളവരെ ഉപയോഗിക്കുകയും ഒപ്പം തന്നെ വിൽക്കുകയും ചെയ്യുന്ന റാക്കറ്റുകളിൽ ചെന്ന് പെടുന്നതായിട്ട് നമ്മൾ കാണുക. കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ നമുക്കറിയാം ഒരു പെൺകുട്ടിയെ MDMA-യുമായിട്ട് പിടിച്ചു ലോഡ്ജിൽ നിന്ന്, ആൺകുട്ടിയെയും പിടിച്ചു. അതിനുശേഷമാണ് നമുക്ക് ഈ പ്രണയത്തിന്റെ ഭാഗമായി നമ്മൾ കുട്ടികളെ അതിനകത്തേക്ക് കൊണ്ടുപോവുകയും പിന്നീട് അവരെ ലഹരി കടത്തുന്നതിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം കാണാൻ കഴിഞ്ഞത്. ആ കുട്ടിയുടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴുള്ള അലറിക്കരച്ചിൽ നവമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാം കേട്ടതാണ്. ഈ അലറിക്കരച്ചിൽ കേരളം മുഴുവൻ വ്യാപിക്കുന്നു എന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ പ്രണയക്കെണി ഒരുക്കി ചില തീവ്രവാദ സംഘടനകൾ മറ്റ് മതങ്ങളിൽപ്പെട്ട ആളുകളെ ഇതിനകത്ത് ചെന്ന് പിടിക്കുകയും അവർ പിന്നീട് ലഹരിയുടെ വിൽപ്പനക്കാരായിട്ടും ലഹരി ഉപയോഗിക്കുന്നവരായിട്ടും മാറുന്നതായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. അങ്ങനെയാണ് വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, ഞാൻ അച്ഛനിലേക്ക് വരികയാണ്. അച്ഛാ, മറ്റൊരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വിദ്യാഭ്യാസമുള്ള ഒരു ജനത ആവശ്യമാണ്. വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് തന്നെയാണ് ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതിയിലേക്ക് വരുന്നതിന്റെ അടിസ്ഥാനമായ തത്വം. പക്ഷേ ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി എന്നുള്ളത് വിദ്യാഭ്യാസ മേഖലകളിൽ, അതായത് കലാലയങ്ങളിൽ മയക്കുമരുന്നിന്റെ അതിപ്രസരം കടന്നു വന്നിരിക്കുകയാണ്. പ്രണയക്കെണിയിലൂടെ മയക്കുമരുന്ന് ലോബിയുടെ പ്രവർത്തനങ്ങൾ ശക്തമാണോ? ഇത് നിരവധി ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങൾ ആരോപിക്കപ്പെടുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി വിദ്യാലയങ്ങളിലൂടെ കാരിയേഴ്സിനായിട്ടും അല്ലെങ്കിൽ ഒരു വളർന്നു വരുന്ന ഒരു ജനതയെ മൊത്തത്തിൽ ലഹരിക്ക് അടിമപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി ലഹരി മാഫിയയുടെ ശക്തമായ പ്രവർത്തനങ്ങളുണ്ടോ? എന്താണ് അച്ഛന് അത്തരം കാര്യങ്ങളെ പറ്റി പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മുടെ കലാലയങ്ങളും നമ്മുടെ വിദ്യാലയങ്ങളും ഇത്തരത്തിൽ ലഹരിയുടെ ഉപയോഗത്തിന്റെയും വിപണനത്തിന്റെയും പോലും ഒരു കേന്ദ്രമായിട്ട് മാറുന്നു എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിലും ഇത്തരത്തിലുള്ള ചില ഏജൻസ് വർക്ക് ചെയ്യുന്നതായിട്ട് ഇവിടെയുള്ള ഇന്റലിജൻസ് പോലീസുകാർ തന്നെ പറയുന്നുണ്ട് താൻ. അതില് പിടിക്കപ്പെടുന്നത് മിക്കവാറും ചെറിയ ബിനാമികൾ എന്ന് പറയപ്പെടുന്ന ചിലർ മാത്രം. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന, ഇതിന്റെ സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അനേകരിന്നും പുറത്ത് വിലസുന്നുണ്ടെന്നൊരു സത്യമാണ്. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കാം. വിദ്യാഭ്യാസ മേഖലയിലെ വലിയൊരു തകർച്ചയിലേക്ക് കേരളത്തെ അല്ലെങ്കിൽ ഭാരതത്തെ നയിക്കുക എന്നതാണ് ആയിരിക്കാം ഒരുപക്ഷെ ഉദ്ദേശം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഭാവി തലമുറയുടെ ഭാവിയെ മുഴുവൻ ബാധിക്കുന്ന വലിയൊരു വിഷയമായിട്ട് ഈ ഒരു മാറുന്നുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ നോർമൽ തിങ്കിങ് പ്രോസസ്സ്, അവരുടെ സ്റ്റഡീസ്, അവരുടെ വിവാഹ ജീവിതം, അവരുടെ സ്വസ്ഥമായ കുടുംബജീവിതം, അവരുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം, ഇതിനെല്ലാം ബാധിക്കുന്ന ഒരവസ്ഥാ വിശേഷമായിട്ട് ഈ ഡ്രഗ് ഇഷ്യൂ മാറുന്നുണ്ട്. അതും ചെറിയ കുട്ടികളിൽ പോലും ഇത്തരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങൾ കാണുമ്പോൾ യഥാർത്ഥത്തില് ടീച്ചേഴ്സിനോ പേരൻസിനോ പോലും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥാവിശേഷം വരും. ഒരു തരത്തിൽ ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ പറയാറുണ്ട്, കുട്ടികൾ ഞങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല എന്നുള്ളത്. ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ചെറിയ ക്ലാസ്സിൽ മുതൽ ചെറിയ തോതിൽ ലഹരി എന്ന രീതിയിൽ അവരുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ടെന്ന് തന്നെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അത് പിന്നീട് വലിയ നീഡായിട്ട് മാറുന്ന അവസ്ഥാവിശേഷങ്ങളും കണ്ടിട്ടുണ്ട്. നമ്മളുടെ ഒരുപാട് കുട്ടികൾ ഇതിന്റെ കാരിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളത് തീർച്ചയായിട്ടും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പോലീസും അനുബന്ധ നാർക്കോട്ടിക് സെൽസും ഇത്തരത്തിൽ നമ്മുടെ സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന സ്കൂൾ സ്റ്റുഡൻസിനെ തന്നെ ഇത്തരത്തിൽ കാരിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അനേകരെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അവരെ കൗൺസിലിംഗ് വിധേയമാക്കുകയും റിക്കവർ ചെയ്യുകയും ചെയ്ത അനേക എക്സ്പീരിയൻസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരിലേക്ക് എങ്ങനെയാണ് ഇത് എത്തുന്നത്, ആരാണ് എന്റെ പിറകിൽ വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ മെയിൻ സോഴ്സസ് എവിടെയാണ് എന്നതിനെ മനസ്സിലാക്കി അതിന്റെ തടയിടാൻ പറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ കാലാകാലങ്ങളോളം ഈ വിപത്ത് നമ്മളുടെ നാടിനെ
പിടിച്ചു കുലുക്കുകയും നമ്മുടെ ഭാവി തലമുറ മുഴുവൻ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യുവജനങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ MDMA പോലുള്ള മയക്കുമരുന്നുകളടക്കം നമ്മുടെ സാധാരണ അങ്ങാടികളിൽ പോലും ലഭ്യമാകുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്തി. നമ്മളുടെ യുവജനങ്ങളെ അത് ബാധിച്ച് പല പേരൻസും വിളിക്കുന്ന വെച്ചാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്, എവിടെയാണ് സെന്റർ, ഡി അഡിക്ഷൻ സെന്റേഴ്സ് എന്ന് ചോദിച്ചുകൊണ്ട് പല അമ്മമാരും നമ്മളെ വിളിക്കുന്നു. അപ്പൊ ഇവിടെയൊക്കെ കൃത്യമായിട്ടൊരു ഗൈഡൻസ് കൊടുത്തുവിടാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഈ കൗമാര പ്രായത്തിലേക്ക് എത്തുമ്പോൾ യുവജനങ്ങൾ പ്രണയം എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷത്തെ പുൽകാറുണ്ട്. അവര് സ്നേഹം കൊതിക്കുന്ന സമയമാണ്. ഈ സമയങ്ങളിലൊക്കെ ഈ പ്രണയത്തിന്റെ മറവിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചില വിധ്വംസക പ്രവർത്തനങ്ങൾ കേരളത്തിൽ നന്നായിട്ട് നടമാടുന്നുണ്ട്. കാരിയേഴ്സ് എന്ന രീതിയിൽ ഇവർ ഉപയോഗിക്കുന്നത്, അറിഞ്ഞും അറിയാതെ ഉപയോഗിക്കുന്നത് നമ്മളുടെയൊക്കെ കുട്ടികളെ തന്നെയാണ്. അതും ട്രെയിനുകളിലും ബസ്സുകളിലും ഒക്കെ ഇവരുടെ ബാഗുകളിൽ ഈ സംഭവങ്ങളെ ഒരു ട്രാൻസ്പോർട്ടേഷനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് വളരെ കൃത്യമായ റിപ്പോർട്ടുകൾ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് കലാലയങ്ങളും വിദ്യാലയങ്ങളും തീർച്ചയായിട്ടും അതിന്റെ പഴയ ഒരു അവസ്ഥാവിശേഷം പരിപൂർണമായിട്ട് മാറിയിട്ടുള്ളതാണ് എന്റെ അവസ്ഥ. ടീച്ചേഴ്സ് പോലും പരാതികൾ പറയുന്നു, ഞങ്ങൾക്ക് പോലും കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത അവസ്ഥാവിശേഷങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് അവർ തന്നെ റിവീൽ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഇവിടെ നർക്കോട്ടിക് സെൽസും സർക്കാരും അനുബന്ധ പ്രവർത്തകരും എല്ലാം ഒന്നു ചേർന്ന് നിന്നുകൊണ്ട് ഇതിന്റെ സോഴ്സിനെ അവസാനിപ്പിക്കാതെ കേരളത്തിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാത്ത പക്ഷം നമ്മളുടെ കേരളത്തിലെ വിദ്യാലയങ്ങളും നമ്മളുടെ കോളേജസും അതോടൊപ്പം നമ്മുടെ കൗമാരപ്രായക്കാരും വലിയ തോതിൽ വിഷമസന്ധിയിലേക്ക് പോകാൻ നിലവിലെ സാഹചര്യം കാരണമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ അഡ്വക്കേറ്റ് ചാർലി പോളിലേക്ക് വരികയാണ്. KCBC മധ്യവരുത്ത സമിതിയുടെ സംസ്ഥാന വക്താവ് എന്ന നിലയ്ക്ക് ഇത്തരം ലഹരി ഉപയോഗങ്ങളെ പറ്റി സസൂക്ഷ്മം ശ്രദ്ധിക്കുകയും അത്തരം വിഷയങ്ങളെ പറ്റി പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അതായത് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പോലീസ് അധികാരികൾ ഈ എണ്ണപ്പെട്ട കുറച്ച് കേസുകൾ പിടിക്കുന്നു എന്നത് ശരിയാണ്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരിക്കൽ മുൻ IPS ഉദ്യോഗസ്ഥൻ ഋഷിരാജ് സിംഗ് സാർ പറഞ്ഞു, ഇതിൽ 75% കേസുകളും ഇൻഫർമേഷൻ കിട്ടിയതിന്റെ പേരിലാണ് പിടിക്കപ്പെടുന്നത്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഇതിന്റെ മൂലകാരണങ്ങൾ, ഇതിന്റെ അടിവേരുകൾ തപ്പി ബന്ധപ്പെട്ടവർ പോകുന്നില്ലേ? അതോ മേൽത്തട്ടില് മാത്രമുള്ള കുറച്ച് അറസ്റ്റുകൾ മാത്രമാണോ ഇതിൽ നടക്കുന്നത്? എന്താണ് അങ്ങേക്ക് അതിൽ പറയാനുള്ളത്? KCBC മധ്യവരുത്ത സമിതി പ്രധാനമായും മദ്യത്തിനെതിരെയായിരുന്നു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ കഴിഞ്ഞ മാസം മുതൽ നമ്മൾ ലഹരിക്കെതിരെ നമ്മുടെ ആംഗിൾ മാറ്റിയിട്ടുണ്ട്. കാരണം മദ്യത്തെക്കാൾ കൂടുതലായിട്ട് കുട്ടികളും പുതിയ തലമുറയും യുവജനങ്ങളും ഒക്കെ ലഹരിക്ക് അടിമപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് ആ തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ഒന്ന് ഏകോപിപ്പിക്കേണ്ടെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ വർദ്ധിച്ചു വരുന്ന ലഹരി ഭീകരതയ്ക്കെതിരെയുള്ള ബോധവൽക്കരണവും ആ പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, കാരണം മദ്യം കഴിച്ചാൽ നമുക്ക് ആളുകളെ അറിയാനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, ത്തിൽ നിന്ന്, അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന്. പക്ഷെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഒളിപ്പിക്കാനും ഉപയോഗിക്കാനുള്ള എളുപ്പം കൊണ്ടാണ് പുതിയ തലമുറ അതിനകത്ത് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു വലിയ ഭീകരമായ സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ മയക്കുമരുന്ന് ലോബി ചില രാജ്യങ്ങളുടെ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുടെ പ്രധാന വരുമാന മാർഗം തന്നെ ഈ ലഹരി കച്ചവടമാണ്. അപ്പൊ അതുകൊണ്ട് തീവ്രവാദ സംഘടനകളുടെ പ്രധാന വരുമാനവും ലഹരി കച്ചവടമാണ്. ലഹരി വ്യാപാരം കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് തന്നെ ഏറ്റവും വലിയ വ്യാപാരങ്ങളിൽ ഒന്നാണ്. ആയുധ വ്യാപാരം കഴിഞ്ഞാൽ രാജ്യങ്ങളുടെ പ്രധാന വരുമാനം ലഹരിയാണെന്നാണ് പറയുക. പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ ലഹരിയിൽ നിന്ന് വലിയ വരുമാനം കണ്ടെത്തുന്നവരാണ്. ആ ലഹരി ഒക്കെ തന്നെ ഇപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഖാന പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ലഹരി വന്നു ചേരുന്നത്. സിംബാബ്വെ പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ലഹരി വരുന്നുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുക, 5 സമ്പന്നമായ ലോകരാജ്യങ്ങളുടെ മൊത്തം വരുമാനത്തിന്റെ 10 ഇരട്ടിയോളം വരും ഈ ലഹരിയിൽ നിന്നുള്ള വരുമാനം എന്നുള്ളതാണ്. നേരത്തെ ഈ ചെറിയ ചെറിയ മത്സ്യങ്ങളെയാണ് പിടിക്കുക. വമ്പൻ സ്രാവുകൾ ഇതിന്റെ പുറയിലുണ്ട്. അതിനെ ചെന്ന് പിടിക്കാനൊക്കെ പലർക്കും പറ്റാതെ പോകുന്നുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ നമ്മൾ ഈ അദൃശ്യമായ കേന്ദ്രങ്ങളെ നമ്മൾ ഇനി ടാർഗറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത്. കാരണം ചെറിയ തലങ്ങളിൽ നിന്ന് വലിയ തലങ്ങളിലേക്ക് നമ്മൾ നീങ്ങേണ്ടതായിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല.
അതുകൊണ്ട് ഇത് വലിയൊരു മാഫിയയാണ് നമ്മൾ നേരിടുന്നുള്ള ഒരു കരുതൽ നമുക്ക് ഈ കാര്യത്തിൽ വേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുക. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കോംപ്ലക്സ് ഇഷ്യൂ ആണിത്. ഒരു ചെറിയ വിഷയം കൊണ്ട് മാത്രം ആണെന്ന് പറയാൻ പറ്റില്ല ലഹരിയിലേക്ക് ആളുകൾ പോകുന്നത്. പല വിഷയങ്ങള്, പാരന്റിങ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നതൊക്കെ ലഹരി തേടി പോവാൻ, ആനന്ദം കണ്ടെത്താനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു പോവാൻ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. പലപ്പോഴും ജീവിതത്തില് എല്ലാവരും തന്നെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് ആനന്ദം കണ്ടെത്തുന്ന മാർഗങ്ങളിലൂടെയാണ്. ഏത് പ്രവൃത്തിയും മനുഷ്യൻ ചെയ്യുന്നത് ആനന്ദം കണ്ടെത്താനാണ്. അപ്പോ ചുളിവിലൂടെ ആനന്ദം കണ്ടെത്താനുള്ള മാർഗമായിട്ട് ലഹരിയെ കുട്ടികൾ തിരഞ്ഞെടുക്കുന്നു. ഉല്ലാസ ലഹരി എന്ന പേരിലാണ് അവർ ചെന്ന് പെടുന്നത്. പക്ഷെ തീയിലേക്ക് അണയുന്ന ഈയാമ്പാറ്റകളെ പോലെ അവര് തകർന്ന് അടിഞ്ഞു പോകുന്നുള്ള വസ്തുത അവർ മനസ്സിലാക്കുന്നില്ല. പലരും ഇത് അടിപ്പെട്ടു പോകുന്ന വിചാരിച്ചിട്ടല്ല ഉപയോഗിക്കുന്നത്. പക്ഷെ MDMA പോലെയുള്ള മയക്കുമരുന്നുകൾ ഒരു തവണ ഉപയോഗിച്ചാൽ പോലും ആസക്തരായി തീരും. മാക്സിമം ഇങ്ങനെയുള്ള ആളുകളെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 5 വർഷം വരെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. വായിലെ പല്ലുകൾ ഉൾപ്പെടെ കൊഴിഞ്ഞുപോയി, മോണകൾ പഴുത്ത് ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തിച്ചേർന്ന മരണത്തെ പുൽകുന്ന സ്ഥിതിവിശേഷമാണ് ഈ മയക്കുമരുന്നുകൾ എത്തിച്ചേരുക. ഓരോ കോശത്തെയും മയക്കുമരുന്നുകൾ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കുട്ടികൾ അറിയുന്നില്ല. അവർക്കത് ഒരു തവണ ഉപയോഗിച്ച കൗതുകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, പിന്നെ പിന്മാറാമെന്ന വിചാരിക്കുന്നത്. പക്ഷെ ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്മാറാൻ പറ്റാത്ത വിധം ആസക്തിയിലേക്ക് ആണ്ടുപോകുന്നു ഈ ലഹരികൾ, മയക്കുമരുന്നുകൾ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. മദ്യമൊക്കെ ആണെങ്കിൽ 40% പേര് ബാധിക്കുമ്പോൾ ഇത് 99% പേരെ ആസക്തരാക്കി തീർക്കുന്നു മയക്കുമരുന്നുകൾ എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. മറ്റു പല ലഹരികളും നമ്മൾ 70% പേര് ലഹരിക്ക് ആസക്തരായിട്ടുള്ള കുട്ടികൾ, അവരൊക്കെ തന്നെ ചെറിയ പ്രായത്തിൽ 10-15 വയസ്സിൽ തന്നെ ഉപയോഗിച്ചു തുടങ്ങിയവരാണ്. നമ്മളിപ്പോ ബിടെക്കിന് പഠിക്കുന്നവരൊക്കെയാണ് ആസക്തിയായ രീതിയിൽ കാണുന്നെങ്കിലും അവനൊക്കെ 7-ലോ 8-ലോ പഠിക്കുമ്പോൾ തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. ഇപ്പൊ MDMA പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് അത്രയും കാലം നിൽക്കില്ല, 5 കൊല്ലത്തിനകം തന്നെ മരണമടയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് അവർ പോകുമെന്നുള്ളതാണ് ഭീകരമായ അവസ്ഥ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന് നമുക്കൊരു ലഹരിയെ നമുക്ക് ഇതിന്റെ ഉറവിടങ്ങളിൽ തന്നെ കണ്ടെത്തി തടയേണ്ടതായിട്ടുണ്ട്. വ്യാപകമായ ബോധവൽക്കരണ പ്രക്രിയ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. കഠിനമായ ശിക്ഷാരീതികൾ നമ്മൾ ഇത് അവാഹകരായിട്ടുള്ളവരെയും വിൽക്കുന്നവർക്കൊക്കെ വേണ്ടി നൽകേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ചില പാരന്റിങ് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ ബ്രോക്കൺ ഫാമിലി സിസ്റ്റത്തിൽ വന്ന കുട്ടികളായിരിക്കും ഒരുപക്ഷെ അതിനകത്ത് പോവുക. അതുപോലെ തന്നെ അന്തർമുഖത്വമുള്ള കുട്ടികളുണ്ട്, പഠന വൈകല്യമുള്ള കുട്ടികളുണ്ട്, ആത്മവമാനത്തിന് ക്ഷതമേക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ അതിജീവനത്തിന് വേണ്ടി ലഹരി തേടി പോകുന്നവരുണ്ട്. അപ്പൊ ഒരു പാരന്റിങ് തലത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ഇതിനകത്ത് അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോ ബഹുമുഖമായ ഒരു സമീപനത്തിലൂടെ മാത്രമേ നമുക്ക് ഇതിനെ നേരിടാൻ കഴിയുള്ളൂ. എല്ലാ തരങ്ങളിലുമുള്ള പ്രസ്ഥാനങ്ങൾ, മതസംഘടനകളായിക്കോട്ടെ, ക്ലബ്ബുകളായിട്ടുള്ളായിക്കോട്ടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിട്ടൊക്കെ എല്ലാവരും തന്നെ രംഗത്ത് വരേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ശുഭോദർക്കമായിട്ടുള്ള കാര്യം, LDF-ഉം UDF-ഉം ഒക്കെ ഒന്നിച്ച് ഈ ലഹരിക്കെതിരെ നീങ്ങാനായിട്ട് തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. നമ്മുടെ മതബോധന ക്ലാസ്സുകളിലൊക്കെ തന്നെ, കാരണം ഈ 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടും കുട്ടികൾ ലഹരിയിലും പ്രണയത്തിലേക്കും പോകുന്നുവെങ്കിൽ നമ്മുടെ പഠന സമീപനങ്ങളിൽ ചില കാര്യമായി ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അവിടെയും നഴ്സറി ക്ലാസ്സുകളിൽ തുടങ്ങി ലഹരിക്കെതിരെയുള്ള ഗാനങ്ങളോ പാഠ്യപദ്ധതികളോ ഒക്കെ ഉൾപ്പെടുത്തി അത്തരം ചില സമീപനങ്ങൾ നമ്മൾ നടത്തിയെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് നേരിടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാ തലങ്ങളിലുമുള്ള ഏകോപിതമായ ഒരു മുന്നേറ്റം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. എങ്കിൽ മാത്രമേ നമ്മൾ ഈ വലിയ തിന്മയെ, കാരണം നമ്മൾ വലിയ പ്രശ്നത്തിന്റെ വക്കിലാണ്, ചെറിയ തോതിലുള്ള ഒറ്റമൂലി പ്രയോഗം കൊണ്ടും നമുക്കിതിനെ നേരിടാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു സൊസൈറ്റി അപകടത്തിലേക്ക് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെയുള്ള അതിശക്തമായ സമീപനങ്ങൾ നമ്മൾ ആർജിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് എക്സ്ട്രാ എനർജി കുട്ടികൾക്കുണ്ട്. അപ്പൊ ആ എക്സ്ട്രാ എനർജി ഉപയോഗിക്കത്തക്ക വിധത്തില് മറ്റ് ആക്ടിവിറ്റികളിലേക്ക് അവർ പോകേണ്ടതായിട്ടുണ്ട്. അത്തരം സമീപനങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പണ്ട് നമുക്ക് പൊതു ഇടങ്ങളും കളിക്കളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതിന്റെ ഒരു അപര്യാപ്തതയും നമുക്കുണ്ട്. അപ്പൊ അതൊക്കെ വിവിധ തലങ്ങളിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി വേണം നമ്മൾ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാനും പരിഹരിക്കാനും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ്. ഞാൻ ജോർജ് അച്ഛനിലേക്ക് വരികയാണ്. അച്ഛാ, അങ്ങ് ഒരു രൂപതയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ഡയറക്ടറാണ്. യുവജനങ്ങളുമായിട്ട് ഒത്തിരിയധികം കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് താങ്കള്. പക്ഷെ അങ്ങയിലേക്ക് നിരവധി വിഷയങ്ങൾ, ഈ പ്രണയക്കെണികളും ലഹരി വിഷയങ്ങളുമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും എത്തിച്ചേർന്നിട്ടുണ്ടാവും. അങ്ങയുടെ എക്സ്പീരിയൻസിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാനുണ്ടോ?
തീർച്ചയായിട്ടും നമ്മളുടെ കൗൺസിലിംഗ് സെന്റേഴ്സിൽ ഇത്തരത്തിലുള്ള കേസസ് വരാറുണ്ട്. പലപ്പോഴും ഇവരുടെയൊക്കെ പിന്നാമ്പുറത്തെ പരിശോധിക്കുമ്പോൾ പ്രണയത്തിന്റെ ഇവരൊക്കെ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം കാണുന്നത്, കാരിയേഴ്സ് ആയിട്ട് മാറ്റപ്പെടുന്ന അവസ്ഥാവിശേഷം കാണപ്പെടുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് വീട്ടിൽ നിന്ന് പോലും വളരെ നാളുകളായിട്ട് ഹോസ്റ്റൽ ജീവിതം എന്ന് പറഞ്ഞ് മാറി പലരും ഇത്തരത്തിലുള്ള ചില സംഘങ്ങളുടെ പിടിയിൽപ്പെട്ട് മൂവ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ വല്ലാതെ പലപ്പോഴും പേരൻസ് ഈ വിഷയങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹോസ്റ്റൽ സേഫ് ആണ്, പഠിക്കാൻ വീട്ടിൽ സേഫ് ആണെന്നുള്ള ചിന്തയാണ് പേരൻസിനെ സംബന്ധിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളുടെ മക്കൾ പലരും പ്രണയ വിഷയങ്ങളിലേക്ക് തന്നെ കടന്നു ചെന്ന് അതിന്റെ ഒരു ഡ്രഗ് കാരിയേഴ്സ് ആയിട്ടോ യൂസേഴ്സ് ആയിട്ടോ മാറുന്ന സത്യാവസ്ഥ തന്നെയാണ്. താമരശ്ശേരി രൂപതയുടെ സെന്റേഴ്സിൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള കേസസ് ഡീൽ ചെയ്തപ്പോൾ സമാനമായ ചില കേസസ് നമ്മളുടെ അതും ചെറിയ കുട്ടികളടക്കം ബോർഡിങ്ങിൽ പഠിക്കാൻ പറ്റ കുട്ടികളടക്കം ഇത്തരത്തിലുള്ള അവസ്ഥാവിശേഷം അത് യൂസേഴ്സ് ആയിട്ട് മാറി. അതുകൊണ്ട് ഇവരുടെ ബാഗുകളിൽ ഇങ്ങനെയുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കാരിയേഴ്സ് ആയിട്ട് ഇവരെ യൂസ് ചെയ്ത സംഭവങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ വല്ലതാണ്. പ്രണയം എന്ന ഒരു മീഡിയം വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ട്രാപ്പിംഗ് മെത്തേഡാണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വീട്ടിൽ നിന്ന് പ്രോപ്പറായ ഒരു സ്നേഹം കിട്ടാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിൽ അസ്വസ്ഥത നിറഞ്ഞൊരു അന്തരീക്ഷമാണ് ഉള്ളതെങ്കിൽ, അവളെ സംബന്ധിച്ച് ചൈൽഡ് അബ്യൂസ് ഡിസ്കംഫർട്ട് ആകുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, വീട്ടിൽ ഡിസ്കംഫർട്ട് ആണെങ്കിൽ അവൾ കംഫർട്ട് ആകാൻ ശ്രമിക്കാനുണ്ട്. ഇതിന്റെ ബാക്കി എന്നോണം ഇത്തരത്തിലുള്ള മനസ്സിലേക്കും ഈ കുട്ടികൾ ചെന്നപ്പെടുന്നതായിട്ട് മനസ്സിലാക്കും. ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട്സ് പരിശോധിക്കണം. അതിനൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇവരുടെ ആവശ്യമുണ്ടാകും. അത് പൈസയാണോ, ട്രാവലിംഗ് ആണ്, ഫുഡാണ്, ഏത് തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഈ പെൺകുട്ടികൾക്ക് വളരെ കൃത്യമായിട്ട് ഈ ചുറ്റുമുള്ള ലഹരി മാഫിയകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ DPs നോക്കിയും പോക്കറ്റ്സ് നോക്കിയും അനുബന്ധമായ ഈ കുട്ടികളുടെ സ്ഥാപിച്ച് അവരിൽ നിന്നുള്ള രഹസ്യ വിവരങ്ങൾ ചോദിക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട്സും ഹിസ്റ്ററിയും ഇത്തരത്തിലുള്ള ലഹരി മാഫിയകളും അതോടൊപ്പം അബ്യൂസേഴ്സും കൃത്യമായി കേരളത്തിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ പെട്ടുപോയ ഒരുപാട് കുട്ടികൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അഡിക്ഷൻ ഒരു ലെവലിലേക്ക് പോകുന്നു എന്നുള്ള കുട്ടികൾ അബ്യൂസ് ചെയ്യപ്പെടുന്നത് വളരെയധികം സീരിയസ് ആയി ചിന്തിക്കേണ്ട കാര്യമാണ്. റാക്കറ്റ്സിലേക്ക് ചെന്ന് പെട്ടുവരാൻ കഴിയാത്ത അവസ്ഥയിൽ അകപ്പെട്ട കേസസ് നമ്മളുടെ എടുത്തുണ്ട്. തീർച്ചയായിട്ടും നമ്മൾക്ക് ഇത്തരത്തിലുള്ള കേസസ് ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അഡ്വക്കേറ്റ് ചാർലി പോൾ, ഇപ്പോൾ കലാലയങ്ങളിലൊക്കെ ലഹരിയുടെ ആധിക്യം വളരെയധികം കൂടിയിരിക്കുകയാണ്. നമ്മളിത് ഇപ്പോൾ കുറച്ചു മുമ്പ് തന്നെ പലവട്ടവും ഇത്തരം വിഷയങ്ങൾ സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു അധ്യാപികയുടെ വോയിസ് ഒക്കെ വൈറലായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കോളേജിൽ ഒരു സ്കൂളിൽ നിന്ന് TC വാങ്ങാൻ ചെന്ന ഒരു അമ്മയുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള വീഡിയോ അതും വൈറലായിരുന്നു. ആ അമ്മയും അമ്മയുടെ കുട്ടികളും അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ലഹരിക്ക് അടിമപ്പെട്ട വിഷയങ്ങളൊക്കെ. പക്ഷേ ഇതൊക്കെ എവിടേക്കാണ് ചെന്നെത്തുന്നത്? അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ അടിസ്ഥാനം എവിടെ നിന്നാണ്? ഇതിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് എങ്ങനെയാണ് ഇടപെടാൻ സാധിക്കുക? ഒന്ന്, നമ്മൾ പലപ്പോഴും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഈ വിഷയത്തിൽ നമുക്ക് വേണ്ടത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ല, ഡിസാസ്റ്റർ പ്രിവെൻഷനാണ്. ആ തരത്തിലേക്ക് പോകാതിരിക്കാൻ ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കുറച്ചും കൂടി ഊഷ്മളമാക്കേണ്ടതായിട്ടുണ്ട്. ഈ ബന്ധങ്ങളിലെ തകർച്ചയാണ് മറ്റു ബന്ധങ്ങൾ തേടി പോകാനും മറ്റ് പോസിറ്റീവായിട്ടുള്ള സന്തോഷം തേടുന്നതിന് പകരം നെഗറ്റീവായ സന്തോഷം തേടി പോകാനുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ പരിഹരിക്കത്തക്ക വിധത്തിലുള്ള കെട്ടുറപ്പുള്ള കുടുംബ ബന്ധങ്ങളിൽപ്പെട്ടവർ മറ്റു വഴി തേടി പോകാനുള്ള സാധ്യത കുറവാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുട്ടികൾക്ക് നോ പറയാൻ കഴിയണം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ലഹരിയുടെ വഴി തേടി പോകാൻ കാരണം അവർക്ക് ഒരു കുഴിമന്തി തിന്നണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അത് മേടിച്ചു കൊടുക്കാൻ ആളുണ്ടായി. പിന്നെ ആ ഗ്രൂപ്പിൽ ചേർന്ന് പിന്നീട് ലഹരിയുടെ ലോകത്തേക്ക് അവിടെ യാത്രയാവുകയായിരുന്നു. ചില ഗ്രൂപ്പുകൾ ആരോഗ്യകരമായ സൗഹൃദങ്ങളുണ്ട്, അനാരോഗ്യകരമായ സൗഹൃദങ്ങളുണ്ട്. അപ്പൊ അത്തരം സൗഹൃദങ്ങളിൽ ചിലത് വേണ്ട എന്ന് പറയാൻ, നോ എന്ന് പറയാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം.
അപ്പൊ ചിലത് കെണികളാണെന്ന് അവർക്ക് ബോധ്യപ്പെടാത്തക്ക വിധത്തിലുള്ള സൂചന ലഭിക്കുമ്പോൾ പിന്തിരിഞ്ഞു പോരാം, ഞാൻ ആ വഴിക്കില്ല എന്നുള്ളൊരു ധാർമ്മിക ചിന്തയുടെ തലത്തിലേക്ക് നമ്മുടെ കുട്ടികളെ രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട തലമാണ്. മൂന്നാമത് നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് വിദ്യാലയങ്ങളിൽ വ്യാപകമായി നടത്തണം. കാരണം കഴിഞ്ഞ ദിവസം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അധ്യാപികയുടെ വോയിസ് മെസ്സേജ് വൈറലായിരുന്നു. അപ്പം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നേക്കാൾ വ്യാപകമായി പലരും വിചാരിക്കുന്നത് എന്റെ കുട്ടി അങ്ങനെ പോകില്ല, എന്റെ കുട്ടി അങ്ങനെ പോകില്ല എന്നാണ്. പക്ഷെ നമ്മൾ തെളിവ് സഹിതം പിടിച്ചു കഴിയുമ്പോൾ പിന്നെ അവർ നിസ്സഹായരായി തീരുകയാണ്. ഏത് കുട്ടിയും എപ്പോഴും അപകടത്തിൽ ചാടാവുന്ന സുവിശേഷം ഉണ്ടെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം. എന്റെ കുട്ടി പോവില്ല എന്നൊക്കെ വെറുതെ നമ്മൾ പറയുന്നതാണ്. ലോകം ഒരുപാട് മാറി. അതുകൊണ്ട് നമ്മുടെ കുട്ടികളും അങ്ങനെ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ട് ഒരു ജാഗ്രതയുടെ മനസ്സ് കുടുംബത്തിൽപ്പെട്ടവർക്ക് വേണം. അവിടെ ബാഗ് പരിശോധിക്കാനും, അവിടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനും, എവിടെ പോകുന്നു മനസ്സിലാക്കാനും, എപ്പോ വരുന്നു എന്ന് മനസ്സിലാക്കാനും, അവരുടെ കൂട്ടുകാരാരാണെന്ന് മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു ജാഗ്രത നമുക്ക് വേണം. ഇല്ലെങ്കിൽ അവർ വേറെ വഴികൾ തേടിപ്പോകും. അപ്പൊ ആ ഒരു ജാഗ്രതയുടെ തലം നമുക്ക് വേണം. വിദ്യാലയങ്ങളിലും ജാഗ്രതാ സമിതി വേണം. അധ്യാപകരും മാതാപിതാക്കളും കുട്ടികളും ഉൾപ്പെട്ട ഒരു ജാഗ്രതാ സമിതി ഉണ്ടാകണം. വളരെ കരുതലോടെ പോയെങ്കിൽ മാത്രമേ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. സാധാരണ 3 തലങ്ങളാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്: സപ്ലൈ റിഡക്ഷൻ, ഡിമാൻഡ് റിഡക്ഷൻ, റിസ്ക് റിഡക്ഷൻ എന്ന് പറയും. അപ്പൊ ഈ 3 കാര്യങ്ങളിലും 3 തലങ്ങളിൽപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടി വരും. സപ്ലൈ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ, അത് ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടി ബോധവൽക്കരണം സാധ്യമാണ്. സപ്ലൈ കുറയ്ക്കാനായിട്ട് ഇത് വിതരണം ചെയ്യുന്ന മേഖലകളെ നമ്മൾ കോവിഡ് നേരിട്ട പോലെ ബ്രേക്ക് ദ ചെയിൻ പദ്ധതി പോലെ നമ്മൾ നേരിടണം. എല്ലാ ഉറവിടങ്ങളെയും നമ്മൾ അടയ്ക്കത്തക്കത്തിലുള്ള സംവിധാനം വേണം. മൂന്നാമത് റിസ്ക് റിഡക്ഷൻ ആണ്. ഒരുപാട് കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ ഈ ലഹരിയുടെ മോഹവലയത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. അവരെ ചികിത്സിക്കാൻ നമുക്ക് വ്യാപകമായ ചികിത്സാ കേന്ദ്രങ്ങൾ ഇപ്പോഴും ഇല്ല. സർക്കാരിന്റെ താലൂക്ക് കേന്ദ്രങ്ങളിൽ, പ്രധാനമായിട്ടും ജില്ലാ കേന്ദ്രങ്ങളിലുള്ളൂ, താലൂക്ക് കേന്ദ്രങ്ങളിൽ വ്യാപകമായിട്ടില്ല. അത്രയും ചികിത്സാ കേന്ദ്രങ്ങൾ പ്രധാനമായും മദ്യത്തെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ളവയാണ്. ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ വയലന്റ് ആവും, വിഡ്രോവൽ സിംറ്റംസ് കാണിക്കും, ഭ്രാന്തിന് സമാനമായ രീതിയിൽ പെരുമാറും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ചികിത്സിക്കണമെങ്കിൽ അത്തരം ചികിത്സാ കേന്ദ്രങ്ങൾ, മദ്യത്തിൽ നിന്നുള്ള ചികിത്സാ കേന്ദ്രങ്ങളെ ലഹരി മുക്ത ചികിത്സാ കേന്ദ്രങ്ങളായി നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. വ്യാപകമായി സ്കൂൾ തലങ്ങളിൽ കൗൺസിലിംഗ് നടത്തി ഇതിന്റെ ആഴം കണ്ടെത്തി അങ്ങനെ പോയിട്ടുള്ള കുട്ടികളെ ചികിത്സയ്ക്ക് തയ്യാറാക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതിന്റെ റിസ്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ സപ്ലൈ കുറയ്ക്കുന്ന, ഡിമാൻഡ് കുറയ്ക്കുന്ന, റിസ്ക് കുറയ്ക്കുന്ന വ്യത്യസ്തമായ മാനങ്ങളിലൂടെ വേണം നമ്മൾ ഇതിനെ നേരിടാൻ എന്നാണ് ഈ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ തന്നെ ചികിത്സാ കേന്ദ്രങ്ങളിൽ 15 വയസ്സിൽ താഴെയുള്ള അവർ 64% പേരുണ്ടെന്നാണ് പറയുക. അത്ര ആഴത്തിലാണ് നമ്മൾ മനസ്സിലാക്കുക. 7, 8, 9 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇന്ന് ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്, കോളേജിൽ പഠിക്കുന്നവരല്ല. അപ്പൊ അതുകൊണ്ട് അത്രമേൽ ആഴത്തിൽ വലിയൊരു ദുരന്തം നമ്മളെ വേട്ടയാടുമ്പോ എല്ലാ തരത്തിലുമുള്ള ഭിന്നതകളും മറന്നുകൊണ്ട് ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി നേരിടാൻ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ എല്ലാ തരത്തിലുള്ള സമൂഹ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ വലിയ വിപത്തിനെ നേരിടാനായിട്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരികയും ഒപ്പം തന്നെ സർക്കാർ ഇതൊരു ഏകോപിത മുന്നേറ്റം നടത്തണം. ആരോഗ്യ വകുപ്പും സാമൂഹ്യ നീതി വകുപ്പും എക്സൈസ് വകുപ്പും പോലീസ് വകുപ്പും ഒക്കെ ഒന്നിച്ചു നീങ്ങണം. ഇപ്പൊ എക്സൈസ് വകുപ്പാണ് വിമുക്തി നടത്തുന്നത്. അതിനേക്കാൾ ഉപരിയായി ആരോഗ്യ വകുപ്പും സാമൂഹ്യ നീതി വകുപ്പും ഒക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ട്. ഒപ്പം തന്നെ ഈ മദ്യത്തെയും ലോട്ടറിയെയും ആശ്രയിച്ചുള്ള വരുമാന മാർഗമായി മുന്നോട്ട് പോകുന്ന സർക്കാരിന്റെ നയത്തിലും നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ ഏകോപിതമായി എല്ലാ ലഹരിയെയും ഉച്ചാടനം ചെയ്യാനുള്ള സർഗാത്മകമായ തലങ്ങളിലേക്ക് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദുരന്തത്തെ ഫലപ്രദമായി നേരിടാൻ കഴിയൂ എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, വ്യക്തമാണ്. ഇന്ന് നമ്മളിവിടെ ഫയർ റൂമിൽ ചർച്ച ചെയ്തത് ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളെ പറ്റിയിട്ടാണ്. സ്കൂൾ വിദ്യാലയങ്ങളിലൊക്കെ വളരെയധികം ലഹരിയുടെ കേസുകളാണ് ഓരോ ദിവസവും അനുദിനവും പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്തത്. പക്ഷെ അതോടൊപ്പം അഡ്വക്കേറ്റ് ചാർലി പോൾ പറഞ്ഞുള്ള ഒരു വിഷയം കൂടി ഇതിനോട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താന്ന്, അതായത് ഡി അഡിക്ഷൻ സെന്ററുകൾ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉള്ളത് ഡി അഡിക്ഷൻ സെന്ററുകൾ ഇല്ല എന്നുള്ളത് ഒരു പരിമിതി തന്നെയാണ്. കാരണം അത് വലിയ ആളുകളുടെ ഇടയിലേക്ക് തന്നെയാണ് ഇത്തരം ഡി അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ കൊണ്ടുവിടുന്നത്. അത് ജയിലിലേക്ക് കൊച്ചുകുട്ടികളെ വിട്ടാലുണ്ടാകുന്ന അവസ്ഥ പോലെയാണ്. അതുകൊണ്ടാണ് ജുവനൈൽ ഹോമുകൾ ഉള്ളത് തന്നെ. പക്ഷെ ഇത്തരം വിഷയങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാർ എല്ലാ വിഭാഗം ആളുകളെയും കണക്ട് ചെയ്തുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അത്
നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ നാശത്തിലേക്കായിരിക്കും അത് പോവുക. ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം പ്രതികരണങ്ങളായിട്ട് വന്നിട്ടുള്ള താമരശ്ശേരി KCYM ഡയറക്ടർ ഫാദർ ജോർജ് വെള്ളക്കക്കുടിയിലും KCBC മധ്യവരുത്ത സംസ്ഥാന സമിതി വക്താവ് അഡ്വക്കേറ്റ് ചാർലി പോളിനും ഫയർ റൂമിന്റെ പേരിലുള്ള നന്ദി പറയുന്നു.